നമ്മുടെ ഇന്നത്തെ വീഡിയോ കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ വീഡിയോ ആട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണേ. ഞാൻ അതിനായിട്ട് നമ്മുടെ പുട്ടുപൊടി 2 പാത്രത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു പുട്ടിൻ്റെ പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ക്യാരറ്റാണേ. ഇനി നമുക്ക് അടുത്ത പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചക്കറിയുടെയും തേങ്ങയുടെയും ഒക്കെ അളവെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2ലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഉപയോഗിക്കുന്ന അജ്മിയുടെ പുട്ടുപൊടിയാണ്. അപ്പോൾ 1 കപ്പിന് ഞാൻ 1 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിന് അളവിന് വ്യത്യാസം ഉണ്ടാവും. വീട്ടിൽ പൊടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് മാറ്റി വെക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുട്ടിൻ്റെ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള ഒരു പുട്ടാട്ടോ. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ കുറ്റിയിലേക്ക് ഇതൊന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തത്. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ട് അത് ആഡാക്കാൻ പറ്റില്ല കേട്ടോ. അതിനുശേഷം ആവി കയറ്റി നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.